എല്ലാവർക്കും നമസ്കാരം. യതീശയുടെ സ്പിരിറ്റ് ഓഫ് രാമ എന്നുള്ള വാൽമീകി രാമായണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള പരമ്പരയുടെ 26ാമത് എപ്പിസോഡാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. ഓം വന്ദേ ഗുരുപാദദ്വന്ദ്വം അവാങ്മാനസഗോചരം രക്തശുക്ലപ്രഭാമിശ്രം ഹതൈർക്യം ത്രൈപുരം മഹാ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്രാജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ. ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമഃ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ. ശാരിക പൈതൽ താനും വന്നിച്ചു വന്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ മൈനാക പർവ്വതത്തെക്കുറിച്ചും ഹനുമാന്റെ സമുദ്ര ലംഘനത്തിൻ്റെ വിഘ്നങ്ങൾ, മറ്റു വിഘ്നങ്ങളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ആ സമുദ്ര ലംഘനത്തെ തുടർന്ന് ശ്രീ ഹനുമാൻ ലങ്കയിലേക്ക് പ്രവേശിക്കുന്ന കഥാസന്ദർഭത്തിലാണ് അടുത്ത് നമ്മൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെ മനസ്സിലായി സമുദ്രത്തിൽ ധാരാളം അസ്തിത്വങ്ങൾ ഉണ്ടെന്നും ആ അസ്തിത്വങ്ങളൊക്കെ ഹനുമാന്റെ ഈ ഒരു ഗതിയെ തടസ്സപ്പെടുത്താനും പരമാവധി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഛായാഗ്രഹണി എന്ന അസുരയും കൂടെ ഹനുമാൻ വകവരുത്തിയതിന് ശേഷം അവൻ ലങ്കയിലെത്തുകയാണ്. അങ്ങനെ സുപ്രഭാതത്തിൽ ആ പർവ്വതങ്ങൾക്ക് പിന്നിൽ സൂര്യൻ ഉദിച്ചുയരുന്ന സമയം ഹനുമാൻ ലങ്കയുടെ ഗോപുരത്തിലെത്തുകയാണ്. രാവണന്റെ ലങ്ക നന്നായി വർണ്ണിക്കുന്നുണ്ട് അവിടെ. ഒരു വലിയ നന്നായി ആസൂത്രണം ചെയ്ത മനോഹരമായ നഗരമായിരുന്നു. ദക്ഷിണ ഭാഗത്ത് അല്ലെങ്കിൽ ദക്ഷിണ സമുദ്രത്തിൻ്റെ മധ്യത്തിലുള്ള ഒരു ദ്വീപിലായിരുന്നു അത് സ്ഥിതി ചെയ്തത്. എല്ലായിടത്തും ഫലവൃക്ഷങ്ങളും പൂത്തുലഞ്ഞ സസ്യങ്ങളും വള്ളിച്ചെടികളും ഉണ്ടായിരുന്നതായിട്ടൊക്കെ വർണ്ണനയിൽ നമുക്ക് കാണാം. നഗര ഉദ്യാനങ്ങളിൽ വിവിധ തരം മൃഗങ്ങളും പക്ഷികളും സ്വതന്ത്രമായി വിഹരിച്ചു. കെട്ടിടങ്ങൾ വിവിധ നിറങ്ങളിലുള്ള രത്നങ്ങളും വിലയേറിയ കല്ലുകളും കൊണ്ട് നിറഞ്ഞിരുന്നതാണ്. ലങ്കയെ ഭൂമിയിലെ മറ്റൊരു നഗരവുമായി താരതമ്യം ചെയ്യാൻ പോലും സാധിക്കാത്ത വിധം സവിശേഷത നിറഞ്ഞ നഗരമായിരുന്നു. സമ്പന്നമായ ഒരു രാജ്യത്തിൻ്റെ ഐശ്വര്യം എവിടെ തിരഞ്ഞാലും പ്രകടമായിരുന്നു ലങ്കയിൽ. നഗരത്തിന് ചുറ്റും ഉയരമുള്ള ഒരു മതിലും ആഴത്തിലുള്ള കിടങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ ജലം, കിടങ്ങുകൾ സാധാരണ ജലം നിറഞ്ഞിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുക. ഏത് നുഴഞ്ഞു കയറ്റക്കാരനെയും ആക്രമിക്കാൻ തയ്യാറായി കാട്ടുമുതലകൾ ആ കിടങ്ങുകളിലെ ജലത്തിൽ വസിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ തടസ്സങ്ങളൊക്കെ ഹനുമാന്റെ ശ്രദ്ധയിൽ പെടുന്നു.
ഇതൊക്കെ കണ്ട് ഹനുമാൻ ഒരു നിമിഷം ഭഗവാനായ സാക്ഷാൽ നാരായണനെ ധ്യാനിക്കുന്നു. ഏത് കവാടത്തിലൂടെയും കടന്നു പോകാൻ കഴിയുന്ന ഒരു ചെറിയ രൂപമായി ഹനുമാന്റെ അഷ്ടസിദ്ധികൾ ഉപയോഗിച്ച് ഭഗവാൻ രൂപം മാറുകയാണ് അവിടെ. അങ്ങനെ ശ്രീരാമചന്ദ്രൻ്റെ രൂപം മനസ്സിൽ ഉറപ്പിച്ച് നിർത്തി അദ്ദേഹം മതിലുകൾ കടന്ന് നഗരത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയാണ്. ഹനുമാൻ ഒരു വാനരനായതിനാൽ തന്നെ സ്വാഭാവികമായും വികൃതി തരം കൂടുതലായിരിക്കും. കടുകുമണിയുടെ വലിപ്പമോളം ഉള്ള വളരെ അദൃശ്യനായി എവിടെയും സഞ്ചരിക്കാൻ കഴിയുന്ന ആ ഒരു പ്രകൃതം. അങ്ങനെ അദ്ദേഹം ഇടത് കാൽ വയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നഗരത്തിൻ്റെ കാവൽക്കാരി ആയ ലങ്കാലക്ഷ്മി വളരെ ഉയർന്ന ഒരു ശബ്ദം, മുഴക്കം സൃഷ്ടിക്കുകയാണ്. അത് അദ്ദേഹം കേൾക്കുന്നു. അങ്ങനെ ലങ്കാലക്ഷ്മി അവനോട് ആക്രോശിക്കുകയാണ്. എന്നോട് പറയൂ, നീ എന്തിനാണ് ഇവിടെ ഒറ്റയ്ക്ക് വന്നിട്ടുള്ളത്? നീ ഒരു കള്ളനാണോ? ഈ മതിലുകൾക്കുള്ളിൽ മനുഷ്യരെയോ ദേവന്മാരെയോ രാക്ഷസന്മാരെയോ മൃഗങ്ങളെയോ അനുവദിക്കില്ല. അവൾ അവനെ പ്രഹരിക്കുകയാണ്. ആദ്യമായി ഹനുമാൻ അവളുടെ പിന്നിൽ പ്രഹരമേൽപ്പിക്കുകയാണ്. അവൻ്റെ ഇടത് കൈയാലുള്ള പ്രഹരം വളരെ കഠിനമായതുകൊണ്ട് തന്നെ അവളിൽ നിന്ന് രക്തം വാർന്നു. ശരി, അങ്ങയുടെ വീര്യവും ശക്തിയും ഞാനിപ്പോൾ മനസ്സിലാക്കി. ഇപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നു, അല്ലെങ്കിൽ ഓർമ്മയുണ്ട്. നമ്മുടെ കൂടിക്കാഴ്ച മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്. വളരെ കാലം മുമ്പ് ബ്രഹ്മാവ് താങ്കളുടെ വരവിനെക്കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. ധർമ്മം പുനഃസ്ഥാപിക്കാൻ ശ്രീരാമൻ എന്ന പേരിൽ വിഷ്ണു മനുഷ്യരൂപത്തിൽ അവതരിക്കപ്പെടുമെന്നും കാട്ടിൽ വെച്ച് എന്തൊക്കെയാണ് സംഭവ വികാസങ്ങൾ ഉണ്ടായതെന്നും ബാലിയുടെ വിധി എന്താണെന്നും ഒക്കെ എനിക്കറിയാം. സീതയെ അന്വേഷിച്ച് തെക്കോട്ട് വന്ന വാനരന്മാരിൽ ശക്തനായിരിക്കണം നീ. അതുകൊണ്ട് നീ ഒറ്റയ്ക്ക് വരുമെന്നും നിന്നിൽ നിന്നുള്ള ഒരു പ്രഹരമേറ്റ് എനിക്ക് ജീവിതത്തിലെ ഭാഗ്യകരമായ നിമിഷം സംജാതമാകുമെന്നും എനിക്ക് അറിയാമായിരുന്നു. ബ്രഹ്മാവ് എന്നോടിത് നേരത്തെ പറഞ്ഞതാണ്. ഞാനിവിടെ വളരെ കാലമായി അതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ സീതാദേവിയുടെ സ്ഥാനം ഞാൻ അങ്ങയോട് പറഞ്ഞു തരണം. അല്ലെ, ഈ ലങ്കയിൽ സീതാമാതാവ് എവിടെ ഇരിക്കുന്നു എന്ന് ഞാൻ അങ്ങേക്ക് പറഞ്ഞു തരണം. ഇനി നിനക്ക് യാതൊരു ഭയവുമില്ലാതെ ലങ്കയിൽ പ്രവേശിക്കാം. ഒടുവിൽ രാക്ഷസ രാജാവ് ശ്രീരാമൻ്റെ കൈകളാൽ മരിക്കാൻ പോകുന്ന സമയം വന്ന് അടുത്തിരിക്കുന്നു. അങ്ങൊരു വലിയ ഭക്തനും അനുഗ്രഹീതനുമാണ്. അങ്ങയ്ക്ക് സീതയെ ഉടനെ തന്നെ കാണുവാൻ സാധിക്കും. രാവണൻ്റെ കൊട്ടാരത്തിനടുത്ത് അശോക ഉദ്യാനത്തിൽ ശിംശപ വൃക്ഷത്തിന് കീഴെ അവൾ രാക്ഷസ സ്ത്രീകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ആ കുലീനയായ സ്ത്രീ എപ്പോഴും ശ്രീരാമൻ്റെ നാമം ജപിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. അങ്ങിപ്പോൾ പോയി അവളെ കാണുക. അപ്പോൾ അവളുടെ ഇവിടുത്തെ അവസ്ഥ അത് കണ്ട് അവളുടെ ഇവിടുത്തെ അവസ്ഥ താങ്കളുടെ യജമാനനായ ശ്രീരാമചന്ദ്ര ഭഗവാനോട് പോയി അറിയിക്കൂ. ഹേ മഹാത്മാവേ, ഇവിടെ അങ്ങ് വന്നതിൻ്റെ ഉദ്ദേശം പൂർത്തിയാക്കിയ ശേഷം സുരക്ഷിതമായും വേഗത്തിലും തിരികെ പോവാൻ അങ്ങേക്ക് സാധിക്കട്ടെ. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് സമൃദ്ധിയുടെ ദേവതയായ ലങ്കാലക്ഷ്മി എന്നേക്കുമായി ലങ്കയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അപ്പോൾ ലങ്കയിലെ സമൃദ്ധിക്കൊക്കെ അടിസ്ഥാനമായി വർത്തിച്ചിരുന്ന ചൈതന്യമായിരുന്നു ലങ്കാലക്ഷ്മി. അങ്ങനെ ആ ലങ്കാലക്ഷ്മി ഹനുമാന്റെ സമാഗമത്തെ കാത്തിരിക്കുകയും അവരുടെ വിധി വിനിയോഗം പോലെ തന്നെ അവർ പിൻവാങ്ങുകയും ചെയ്യുന്നു. അങ്ങനെ ലങ്കാലക്ഷ്മിയുടെ വിവരങ്ങൾ അടിസ്ഥാനപരമാക്കി ഹനുമാൻ സീതാമാതാവിനെ തേടുകയാണ്. അടുത്ത കഥാസന്ദർഭം അദ്ദേഹം സീതാമാതാവിനെ കണ്ടുമുട്ടുന്നതാണ്. സമുദ്രമധ്യത്തിലുള്ള ത്രികുടാചലം, അവിടെയാണ് ഹനുമാൻ എത്തുന്നത് അല്ലേ. ലങ്കാ നഗരത്തിൽ പ്രവേശിച്ചപ്പോൾ തന്നെ രാവണൻ്റെ ഇടതുവശം വിറയ്ക്കുന്നതായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട്.
സീതയുടെ ഇടതുവശം വിറച്ച് രാമൻ്റെ വലതുവശം വിറയ്ക്കുന്നു. ഈ ലോകത്ത് ഒരാൾ ജനിച്ചാൽ അയാൾക്ക് ദുഃഖവും സുഖവും മാറി മാറി നേരിടേണ്ടി വരും. ഹനുമാൻ നഗരത്തിൽ പ്രവേശിച്ചു. അതിനുശേഷം തള്ളവിരലിൻ്റെ വലുപ്പത്തിലേക്ക് അദ്ദേഹം രൂപമാറ്റം ചെയ്യുകയാണ്. വളരെ അണിമാസിദ്ധി പ്രയോഗിക്കുകയാണ്. എല്ലായിടത്തും സീതാദേവിയെ തിരയാൻ അദ്ദേഹം തുടങ്ങി. അങ്ങനെ രാവണൻ താമസിക്കുന്ന ആ സുവർണം അല്ലെങ്കിൽ മനോഹരമായി തിളങ്ങുന്ന ആ അടുത്ത് എത്തിയിരിക്കുകയാണ് അദ്ദേഹം. പക്ഷേ പെട്ടെന്ന് അയാൾക്ക് ലങ്കാലക്ഷ്മിയുടെ വാക്കുകൾ ഓർമ്മ വന്നു. അതുകൊണ്ട് തന്നെ അയാൾ ലങ്കാ നഗരത്തിലെ ഉദ്യാനങ്ങളിൽ തിരയാൻ തുടങ്ങി. കാരണം അശോകവനിയിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശുദ്ധജലം നിറഞ്ഞ എല്ലാ ഉദ്യാനങ്ങളിലൂടെയും അരുവികളുടെയും തടാകങ്ങളുടെയും അതിൻ്റെയൊക്കെ തീരങ്ങളിലൂടെയൊക്കെ അയാൾ നടന്ന് അന്വേഷിക്കുകയാണ്. ഭംഗിയും സൗകര്യവും പ്രകടമാക്കുന്ന മനോഹരമായി അലങ്കരിച്ച ഉയരമുള്ള ഗോപുരങ്ങളും കെട്ടിടങ്ങളും ഒക്കെ അയാൾ കാണുന്നുണ്ട്. പക്ഷേ അവയിലൊന്നും സീതയെ കാണാനില്ല. അങ്ങനെ അവൻ ഉറ്റുനോക്കുമ്പോൾ ഒരു വായുപ്രവാഹം ധാരാളം ഉയരമുള്ള ശിംശിപാ മരങ്ങളുടെ ഒരു ഉദ്യാനത്തിലേക്ക് അവനെ നയിക്കുകയാണ്. തീർച്ചയായും അദ്ദേഹം വായുപുത്രനാണല്ലോ. അങ്ങനെ സീതാദേവി അവിടെ ഒരു മരത്തിനടിയിൽ ഇരിക്കുന്നതായി അവൻ കാണുകയാണ്. അവളുടെ വസ്ത്രങ്ങൾ വളരെ മുഷിഞ്ഞിരിക്കുന്നു, മുടി ചടഞ്ഞു ചീഞ്ഞിരിക്കുന്നു, ശരീരം മുഴുവനും നിരന്തരമായ ദുഃഖത്താൽ ക്ഷീണിച്ചു പോയിരിക്കുന്നു. അവൾ വെറും നിലത്ത് കിടക്കുകയാണ്. എപ്പോഴും തൻ്റെ ഭഗവാൻ ശ്രീരാമനെ കുറിച്ച് ചിന്തിച്ച് അവൻ്റെ നാമം ഇടവിടാതെ ജപിച്ച് അവൾ ചിലപ്പോൾ നിശബ്ദമായി കരഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. മറ്റു ചിലപ്പോൾ അവൾ നാമം ജപിക്കുകയാണ്, രാമനാമം. രാക്ഷസ സ്ത്രീകൾ മാറി മാറി അവൾക്ക് വേണ്ടി കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. അടുത്തുള്ള ആ മരത്തിൻ്റെ പിന്നിൽ ഹനുമാൻ മറഞ്ഞിരുന്ന സീതയെ നോക്കി. ഭക്തിയോടെയും ആനന്ദത്തോടെയും ഹനുമാൻ സീതാമാതാവിനെ നോക്കിയപ്പോൾ ശ്രീരാമനെ സേവിക്കാൻ കഴിഞ്ഞതിനാൽ തൻ്റെ ജീവിതം ഫലപ്രദമാണെന്ന് ആ സമയം അദ്ദേഹം തിരിച്ചറിയുന്നു, ബോധ്യമാകും. അങ്ങനെ മറഞ്ഞ് ഇരിക്കുന്ന സമയത്ത് രാവണൻ്റെ ആഗമനം ഉണ്ടാവുന്നതായി മനസ്സിലാക്കുന്നു. രാവണൻ്റെ ആഗമന ഉദ്ദേശം തന്നെ സീതയെ തൻ്റെ ഇംഗിതത്തിന് വേണ്ടി വഴങ്ങാൻ ഉള്ള എല്ലാ പ്രലോഭനങ്ങൾക്കും വേണ്ടിയാണ്, അല്ലെങ്കിൽ എല്ലാ പ്രലോഭനങ്ങളിലൂടെയും സീതയെ ആശയക്കുഴപ്പത്തിലേക്ക് നയിച്ച് തൻ്റെ ഇംഗിതത്തിനായി അവളെ മാറ്റിയെടുക്കാൻ എന്ന ധാരണയിലാണ് രാവണൻ്റെ വരവ്. സീതയോട് സംസാരിക്കുവാനുള്ള ചിന്തയിലും മുഴുകിയിരിക്കുമ്പോൾ ഹനുമാൻ സമീപത്ത് ആ ബഹളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതായിരുന്നു രാവണൻ്റെ വരവ്. തലേ ദിവസം രാത്രിയിൽ അവൻ ഏറ്റവും നന്നായി ഉറങ്ങി, അതിനുശേഷം മികച്ച വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വരാനിരിക്കുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്തകളിലും മുഴുകി ശ്രീരാമൻ്റെ അസ്ത്രങ്ങളുടെ രൂപത്തിൽ എപ്പോൾ വേണമെങ്കിലും തന്നെ മരണം സമീപിക്കാമെന്ന് രാവണൻ അറിയാമായിരുന്നു. ഭഗവാൻ തന്നെ മോചിപ്പിച്ച് തൻ്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകുന്ന ആ സമയത്തെക്കുറിച്ച് രാവണൻ ബോധവാനായിരുന്നു. യഥാർത്ഥത്തിൽ ഭഗവാൻ എന്നോടൊപ്പം യുദ്ധം ചെയ്യാൻ വരാൻ പ്രേരിപ്പിക്കാനാണ് ഞാൻ സീതാദേവിയെ തട്ടിക്കൊണ്ടുപോയത്. എൻ്റെ മരണസമയം എൻ്റെ ജാതകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഒരു ശക്തിക്കും മാറ്റാൻ സാധ്യമല്ല. ഭഗവാൻ ബ്രഹ്മാവിന് പോലും വിഷ്ണുവിൻ്റെ ഉദ്ദേശം അറിയില്ല. അങ്ങനെ രാവണൻ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശ്രീരാമൻ്റെ ദൂതനായ ഒരു ചെറിയ കുരങ്ങൻ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്വപ്നം രാവണൻ കാണുന്നുണ്ട്. കാരണം രാവണൻ മഹാതാന്ത്രികനാണ്, വലിയൊരു ഭക്തനും കൂടെയാണ്, ശിവഭക്തനും കൂടെയാണ്. അങ്ങനെ ചെറിയ ആ വാനരൻ സീതയെ രാമൻ്റെ സന്ദേശം അറിയിക്കുമെന്നും അവളുടെ സന്ദേശം രാമന് തിരികെ നൽകുമെന്നും അയാൾക്ക് സ്വപ്നേപി ഒരു സൂചന ലഭിക്കുകയാണ്. ഞാൻ പോയി അവനെ ഭീഷണപ്പെടുത്തണം, അവൻ അതിനെക്കുറിച്ച് രാമനോട് പറയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് രാമൻ്റെ അടുത്തേക്ക് തിരിച്ചെത്തുന്നതിന് മുമ്പേ ആ ദൂതനെ പിടികൂടി ഭീഷണിപ്പെടുത്തിയിട്ട് വേണം അയക്കാൻ എന്നാണ് കരുതുന്നത്.
അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് ആ സ്വപ്നം രാവണൻ കാണുകയാണ്. അങ്ങനെ ഈ രാവണൻ അതിനെക്കുറിച്ച് ആ ചിന്തയിൽ മുഴുകി, എന്തായാലും ഈ ദൂതന് പിടികൂടണം, അങ്ങനെ എൻ്റെ ഭീഷണി ആ ദൂതനിലൂടെ ശ്രീരാമനിലേക്ക് എത്തണം. അത് കേൾക്കുമ്പോൾ ശ്രീരാമൻ ലങ്കയിലേക്കുള്ള യാത്ര വൈകിപ്പിക്കില്ല. അപ്പം ശ്രീരാമൻ്റെ കൈകളാൽ മരിക്കാനുള്ള എൻ്റെ അവസരമായിരിക്കും അത്. മറ്റൊരു ഉറപ്പായ മാർഗവും രാവണൻ കാണുന്നതേയില്ല. അങ്ങനെ സീതയെ സമീപിക്കാൻ ദൃഢനിശ്ചയത്തോടെ രാവണൻ തൻ്റെ കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെടുന്ന ബഹളമാണ് ഹനുമാൻ കേൾക്കുന്നത്. ഏറ്റവും മികച്ച സുഗന്ധദ്രവ്യങ്ങളും രത്നങ്ങളും നിറഞ്ഞ മികച്ച വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ അവൻ ധരിക്കുന്നുണ്ട്. സീതയെ സമീപിച്ചപ്പോൾ അവൻ ഭയന്നു പോവുകയാണ്. അപ്പോൾ സീത ഇരിക്കുന്നത് തൻ്റെ കാൽമുട്ടുകൾ ഉയർത്തി, തൻ്റെ കാൽമുട്ടുകൾ കൊണ്ട് തൻ്റെ സ്തനങ്ങൾ മറച്ച് മുഖം താഴ്ത്തിയിരിക്കുകയാണ്. അങ്ങനെ ആ ഭയന്നിരിക്കുന്ന അവൾ വളരെ അസ്വസ്ഥതയാണ്. പക്ഷെ അവളുടെ പ്രിയപ്പെട്ട ശ്രീരാമനെക്കുറിച്ചുള്ള ചിന്തയിൽ മുഴുകി സ്നേഹത്തിൻ്റെ ദേവനായ കാമദേവൻ്റെ സ്വാധീനത്താൽ രാവണൻ അവളുടെ അടുത്ത് ചെന്നിരിക്കുകയാണല്ലോ. രാവണൻ്റെ നിരാശ അവൻ അവളോട് മധുരവും ശാന്തവുമായ സ്വരത്തിൽ പറയാൻ തുടങ്ങുകയാണ് സീതാമാതാവിനോട്. പ്രിയേ, നീ സൗന്ദര്യത്തിൻ്റെ വ്യക്തിത്വമാണ്, മൂർത്തിരൂപമാണ്. ഞാൻ നിൻ്റെ കാൽക്കൽ ഇരിക്കുന്ന വെറുമൊരു അടിമയും. നിൻ്റെ കാരുണ്യത്തിനായി ഞാൻ യാചിക്കുകയാണ്. എന്നോട് ദയ കാണിക്കുകയും എൻ്റെ സ്നേഹത്തിൽ സന്തോഷിക്കുകയും ചെയ്യുക. ഞാൻ അസുരന്മാരുടെ ചക്രവർത്തിയാണ് എന്നറിയാമല്ലോ. നിനക്ക് ഏറ്റവും അനുയോജ്യമായ ഇണയാണ് എന്നും നിനക്കറിയാം. ദയവായി നിൻ്റെ നോട്ടം എന്നിലേക്ക് തിരിക്കുക. എന്നെ നിൻ്റെ ആദർശ കാമുകനായി തിരിച്ചറിയുക. നിൻ്റെ ഭർത്താവായ ശ്രീരാമനെക്കുറിച്ച് ചിന്തിക്കൂ. ചിലപ്പോൾ ചിലർ അവനെ സമീപിച്ചേക്കാം. ആരെയും സമീപിക്കാൻ അവന് ഇപ്പോൾ സാധ്യവുമല്ല. ദശരഥൻ്റെ മകനെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിനക്ക് ഒരു പ്രയോജനവുമില്ല. കാരണം അവന് ലങ്ക ഒരു അപ്രാപ്യമായ സ്ഥലമാണ്. അവൻ ഒന്നും ആരിലും താല്പര്യമുള്ളവനല്ല. നിന്നിൽ പോലും. നീ അവൻ്റെ അടുത്ത് താമസിച്ചാലും അവനെ സേവിച്ചാലും അവൻ നിന്നോട് ഒരു സ്നേഹവും പ്രകടിപ്പിക്കില്ല. അവൻ നിന്നെ രക്ഷിക്കാൻ വരുന്നേയില്ലല്ലോ. കാരണം അവൻ നിന്നെ വിലമതിക്കുന്നില്ല. അവന് ആരോടും അടുത്ത ബന്ധമില്ല. അവന് അഭിമാനമില്ല. മാംസങ്ങൾ ഭക്ഷിക്കുന്നവനും ഭക്തനായ ബ്രാഹ്മണനും തമ്മിൽ ഒരു വിവേചനവും ശ്രീരാമൻ കാണിക്കുന്നില്ല. അവന് നായ്ക്കളും പശുക്കളും ഒരുപോലെയാണ്. നിന്നെ പോലുള്ള ഒരു രാജകീയ സ്ത്രീയും ഒരു ഗോത്രവർഗത്തിലെ സ്ത്രീയും അപരിഷ്കൃതമായ ആസുരീകത നിറഞ്ഞ സ്ത്രീകളും അവന് ഒരുപോലെ തന്നെ. അവൻ നിന്നെ മറന്നു പോയിട്ടുണ്ടാവാം. നീ അവനെ കാത്തിരിക്കുന്നത് നിർത്തേണ്ട സമയമായി. അവൻ നിന്നെ തേടി വരില്ല. പക്ഷെ നോക്കൂ, നീ അർഹിക്കുന്ന രീതിയിൽ നിന്നോട് പെരുമാറാൻ ഞാൻ ഇവിടെ കാത്തു നിൽക്കുകയാണ്. നിൻ്റെ കൈകളിലെ ആ വജ്രമോതിരം ഉപേക്ഷിച്ച് ആ വിഡ്ഢിയായ ശ്രീരാമൻ്റെ സ്വർണ കഷ്ണം തേടി നീ എന്തിനാണ് പോകാൻ ആഗ്രഹിക്കുന്നത്? എൻ്റെ ഭാര്യയാകാൻ നീ സമ്മതം മൂളിയാൽ ദേവന്മാരും അസുരന്മാരും മനുഷ്യന്മാരും ദേവദാസികളും നിന്നെ സേവിക്കും. സമയം പാഴാക്കരുത്. എൻ്റെ ഭാര്യയാകൂ. ജീവിതം ആസ്വദിക്കൂ. മരണത്തിൻ്റെ ദേവനായ യമൻ പോലും എന്നെ ഭയപ്പെടുന്നു. ആളുകൾ നിൻ്റെ കൽപ്പനകൾക്കായി കാത്തിരിക്കും. ലോകം മുഴുവനും എന്നെ ആരാധിക്കുന്നു. നിൻ്റെ ആ പത്മസദൃശമായ ആ മുഖത്തെ ഞാൻ ആരാധിക്കുന്നു. ഞാൻ നിൻ്റെ തൃപ്പാദങ്ങളിൽ വീണ് എന്നെ സ്വീകരിക്കാൻ അപേക്ഷിക്കുന്നു. അങ്ങനെ രാവണൻ കൂപ്പ് കൈകളോട് അവളോട് അപേക്ഷിക്കുകയാണ്.
തന്നെ വിവാഹം കഴിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷെ സീതാമാതാവ് രാവണനെ നോക്കാൻ പോലും തയ്യാറായിരുന്നില്ല. അവൾ ഒരു പുൽക്കൊടി പറിച്ചെടുത്ത് അവജ്ഞയോടെ ദൂരേക്ക് എറിയുകയാണ്. സൂര്യവംശത്തിലെ ശക്തനായ രാജകുമാരനായ ശ്രീരാമനെ നീ ഭയന്നിരിക്കുന്നു. അതുകൊണ്ടാണ് ഒരു ഭീരുവിനെ പോലെ ഒരു മുനിയുടെ വേഷത്തിൽ എൻ്റെ മുമ്പിൽ വന്ന് നീ എന്നെ തട്ടിക്കൊണ്ടുവന്നത്. ഒരു കുലീനമായ യാഗത്തിനായി തയ്യാറാക്കിയ ഹവിസിനെ ഒരു തെരുവ് നായ മോഷ്ടിക്കുന്നത് പോലെയായിരുന്നു രാവണൻ എന്നെ മോഷ്ടിച്ചത് എന്ന് രാവണൻ്റെ മുഖത്ത് നോക്കി അധിക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് എന്നിൽ നിന്ന് നീ ആ അവജ്ഞ സ്വീകരിക്കൂ. നീ ചെയ്ത പ്രവൃത്തി മാപ്പർഹിക്കാത്തതാണ്. അതിൻ്റെ ഫലം നീ തീർച്ചയായും അനുഭവിക്കേണ്ടി വരും. ചക്രവർത്തി ദശരഥൻ്റെ മകൻ്റെ മൂർച്ചയുള്ള അമ്പുകൾ നീ നേരിടേണ്ടി വരും. അവൻ നിന്നെയും നിന്റെ ശക്തമായ സൈന്യത്തെയും നശിപ്പിക്കും. ബ്രഹ്മാവിൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് അവൻ ഭൂമിയിൽ വന്ന് അവതരിച്ചത്. നിന്നെ വധിക്കുക എന്നതാണ് അവൻ്റെ ദൗത്യം. ഞാൻ മഹാനായ ജനകൻ്റെ മകളായി ജനിക്കുന്നു. അത് സാധ്യമാക്കാൻ ഞാൻ അവന് കൂട്ടായിരിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനും അവതരിച്ചിട്ടുള്ളത്. അവൻ ഇവിടെ വന്ന് എന്നെ തിരികെ കൊണ്ടുപോകുന്നതിന് മുൻപ് നിന്നെ വധിക്കും എന്ന് നീ അറിയുക. അത്തരം കഠിനമായ വാക്കുകൾ കേട്ട സമയത്ത് രാവണൻ ആകെ ദേഷ്യം വരികയാണ്. കോപാകുലനായ അയാൾക്ക് സ്വയം നിയന്ത്രണം പോലും നഷ്ടപ്പെടുന്നു. അവൻ തൻ്റെ വാൾ പുറത്തെടുത്ത് അവളുടെ അടുത്തേക്ക് പാഞ്ഞെടുക്കുകയാണ്. ആ സമയം ഭാര്യ മണ്ഡോദരി മുൻപോട്ട് വന്ന് രാവണനെ തടയുകയാണ്. വേണ്ട വേണ്ട, കോപത്താൽ പ്രകോപിതരായി ചിന്തിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ ചെയ്യരുത്. ഒരു സ്ത്രീ മനുഷ്യവംശത്തിൽ പെട്ട സീതയാണ് ഇവിടെ ഇരിക്കുന്നത്. അവൾക്ക് ഇവിടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഇല്ല. അവൾ ദുഃഖിതയാണ്. വളരെ കാലമായി ഭർത്താവിൽ നിന്ന് നിർബന്ധിതമായി വേർപിരിഞ്ഞിരിക്കുന്നു. ഇത്രയും നിസ്സഹായയായ ഒരു സ്ത്രീയെ കൊല്ലാൻ അവൾ തൻ്റെ സുരക്ഷാ സൈന്യങ്ങളിൽ നിന്ന് ദയയില്ലാത്ത വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. തൻ്റെ സൈന്യമായ ആസുരികത നിറഞ്ഞ സ്ത്രീകളുടെ കുത്തുവാക്കുകളും ശകാരങ്ങളും അവൾ ഒരു വശത്ത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തനായ രാജാവായ രാവണന് ഇത്രയും നിസ്സഹായയായ ഒരു സ്ത്രീയെ എങ്ങനെ കൊല്ലാൻ സാധിക്കും? ഒരു വീരനായി നീ ശേഖരിച്ച എല്ലാ പ്രശസ്തിയും ഒരു നിമിഷം കൊണ്ട് നീ ഇല്ലാതാക്കും. അതുകൊണ്ട് നിങ്ങളുടെ പ്രവൃത്തികളിൽ വിഡ്ഢിയാകരുത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ദേവന്മാരിൽ നിന്നോ അസുരന്മാരിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ മൃഗങ്ങളിൽ നിന്നോ നിങ്ങൾക്കിഷ്ടമുള്ള ഏതെങ്കിലും സ്ത്രീയെ നിങ്ങൾക്ക് പ്രാപിക്കാൻ സാധിക്കും. അവളെ വെറുതെ വിടുക. ബുദ്ധിശൂന്യമായ പ്രവൃത്തികൾക്ക് വഴങ്ങരുത്. അങ്ങനെ മണ്ഡോദരി സ്വന്തം ഭാര്യ രാവണനെ ഉപദേശിക്കുകയാണ്. അങ്ങനെ ഭാര്യയുടെ ഉപദേശം കേട്ട് ലജ്ജിച്ച് ആ രാക്ഷസരായ പരിചാരകരായ സ്ത്രീകളോട് പറഞ്ഞു, നിങ്ങൾ അവളെ എൻ്റെ അഭ്യർത്ഥന പ്രകാരം വഴങ്ങാനുള്ള എല്ലാ പ്രവൃത്തികളും നിങ്ങൾ ചെയ്യണം. അവളെ കൊണ്ട് സമ്മതിപ്പിക്കണം. അവളെ എന്നോടൊപ്പം ചേരാൻ അനുവദിക്കാൻ ആവശ്യമായ എല്ലാ വഴികളും ഉപയോഗിക്കുക. ഞാൻ 2 മാസക്കാലം കാത്തിരിക്കാം എന്ന് പറഞ്ഞ് തൻ്റെ കൊട്ടാരത്തിലേക്ക് രാവണൻ മടങ്ങിപ്പോവുകയാണ്. രാവണൻ്റെ ഈ അസഹനീയമായ വാക്കുകൾ കേട്ട് സീത മുഖം താഴ്ത്തി ഇരിക്കും. കാരണം ഇത്രയും അപമാനം തൻ്റെ ജീവിതത്തിൽ താൻ സഹിച്ചിട്ടേയില്ല. ആ സമയത്ത് ത്രിജട തൻ്റെ കൂടെയുള്ള മറ്റ് രാക്ഷസ സ്ത്രീകളോട് പറയുകയാണ്, എൻ്റെ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കൂ, ഈ ഭക്തയായ സ്ത്രീയെ നമ്മൾ ബഹുമാനിക്കണം. ഇന്നലെ രാത്രി ഞാൻ കർത്തവ്യം അല്ലെങ്കിൽ എൻ്റെ ഇവിടെയുള്ള കടമ കഴിഞ്ഞ് ഞാൻ ഉറങ്ങാൻ പോയ സമയത്ത് അതൊരു നല്ല രാത്രി ആയിരുന്നില്ല എനിക്ക്. രാത്രി ഒരു സ്വപ്നത്തിൽ പ്രപഞ്ചനാഥനായ ശ്രീരാമനും സഹോദരൻ ലക്ഷ്മണനും ഒരു സ്വർഗീയമായ ഒരു വെള്ള നിറമുള്ള ആനയുടെ മുകളിൽ ഇരിക്കുന്നത് ഞാൻ സ്വപ്നം കാണുകയുണ്ടായി. രാവണനെ കൊന്ന് ലങ്കാനഗരം നശിപ്പിച്ച് അവർ ഈ ലങ്കാരാജ്യം പിന്നീട് വിഭീഷണന് നൽകുന്നതും ശ്രീരാമൻ സീതയുടെ കൈകൾ പിടിച്ച് അയോധ്യയിലേക്ക് പോകുന്നതും മരണശേഷം
രാവണൻ നഗ്നനായി എണ്ണയിൽ കിടക്കുന്നതും ചാണകം നിറച്ച വളരെ ആഴത്തിലുള്ള ഒരു കുഴിയിൽ അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം നടത്തുന്നതും ഞാൻ കാണുന്നു. ആ സമയത്ത് തൻ്റെ സഹോദരൻ, മകൻ, അടുത്ത വിശ്വസ്തർ, മന്ത്രിമാർ എന്നിവരൊക്കെ അവിടെ കാണുവാൻ സാധിച്ചു. രാക്ഷസ രാജാവായ വിഭീഷണൻ ശ്രീരാമൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തെ സേവിക്കുന്നതും ഞാൻ കാണുന്നു. അതിനാൽ സീതയോട് ഒരു ശത്രുതയും ഉണ്ടാവരുത്. എൻ്റെ സ്വപ്നം തീർച്ചയായും സഫലമാകും. കുറച്ച് ദിവസം കൂടി കാത്തിരുന്ന് രാജ്ഞിയായ ഈ സീതാമാതാവിനെ നമ്മൾക്ക് പരിപാലിക്കാം. ത്രിജടയുടെ ഈ വാക്കുകൾ കേട്ട് രാക്ഷസ സ്ത്രീകൾ അത്ഭുതത്തോടെ അവളെ നോക്കുകയാണ്. ക്ഷീണിതയും ദുഃഖിതയുമായ സീതാദേവി ഇതൊക്കെ കേട്ട് മയങ്ങിപ്പോകും. പക്ഷേ അതിനിടയിലും ശ്രീരാമനെ കുറിച്ച് ഇവർ പറഞ്ഞ ഈ വാക്കുകൾ കേട്ട് സീതയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. ഇപ്പം ഈ കിഷ്കിന്ധാകാന്ഡം കഴിഞ്ഞ് സുന്ദരാകാന്ഡത്തിൽ എത്തി നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കഥാപാത്രങ്ങളിൽ ഇപ്പം അശോകവനിയിൽ ഹനുമാൻ എത്തി നിൽക്കുന്ന സന്ദർഭം വരെ എടുത്തു നോക്കിയാലും മൈനാക പർവ്വതത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ വളരെ വിശദമായി പറഞ്ഞു. മൈനാകം സമുദ്രലംഘന സമയത്ത് അവതരിക്കുന്നതും അതിൻ്റെ തത്വങ്ങളും അതേ സമയം തന്നെയാണ് സുരസ എന്ന ആ രാക്ഷസ സ്ത്രീയെ നമ്മൾ പരിചയപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ സുരസ എന്ന കഥാപാത്രം വളരെ സമൃദ്ധിയുടെ ഒരു തത്വമാണ്. അതിനെ സമൃദ്ധിയിൽ നമ്മൾ അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഭാഷയുടെ അനുഭവമാനങ്ങളിൽ, അതായത് വേർഡ്സിൻ്റെ ഡയമെൻഷൻസ് നോക്കിയാൽ ഒരുപാട് ലേയേഴ്സിലുള്ള വ്യാഖ്യാനങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ഒരു പദമാണ് സുരസ. രാമായണത്തിലെ ഒരു വെറും കഥാപാത്രമായി മാത്രം ഒതുക്കി കളയേണ്ട ഒരു പദമല്ല അത്. പ്രതീകാത്മകമായ ഒരു പരിധി, അതായത് ഒരു പെരിമീറ്ററിൻ്റെ ഗാർഡിയനായി വസിക്കുന്ന ആന്തരികമായ ഇന്നർ എക്സ്പീരിയൻസസിൻ്റെ അല്ലെങ്കിൽ ഇന്നറായി നടക്കുന്ന എക്സ്പെരിമെൻസിൻ്റെ പരീക്ഷണങ്ങളുടെ ഒരു പ്രതീകമായിട്ട് നമുക്ക് അവരെ കാണാൻ സാധിക്കും. ഭാഷയിൽ ഈ പറയുന്ന പോലെ ഭാഷ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഭാഷാശാസ്ത്രപ്രകാരം നമ്മൾ നോക്കിയാൽ തന്നെ അതൊരു രത്നം പോലെ തിളങ്ങുന്ന വാക്കാണെന്ന് മനസ്സിലാവും. രാമായണത്തിലെ സുരസ യഥാർത്ഥത്തിൽ നമ്മൾ അതിൻ്റെ ആഖ്യാനത്തിലേക്ക് കടന്നാൽ, സാന്ദർഭികമായ ആഖ്യാനത്തിൽ കടന്നു നോക്കിയാൽ, വാൽമീകി രാമായണത്തിൽ സുന്ദരകാന്ഡത്തിൽ സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകുന്ന ആ യാത്രാമധ്യേ സമുദ്രത്തിൻ്റെ നടുവിൽ സുരസയെ ഹനുമാൻ കണ്ടുമുട്ടുന്നതും അവൾ ജലത്തിൽ നിന്ന് പുറത്തു വന്ന് ദേവന്മാർ ഹനുമാനെ പരീക്ഷിക്കാൻ വേണ്ടി തന്നെ നിയോഗിച്ചിട്ടുണ്ടെന്നും പ്രഖ്യാപിക്കുകയാണ്. തുടർന്ന് മുൻപോട്ട് പോകുന്നതിന് മുമ്പ് അവളുടെ പരീക്ഷണത്തിൽ വിജയിക്കണം. അതെന്താണ്? എനിക്ക് ആഹാരമാകണം. അങ്ങനെ ഹനുമാൻ അതേ തുടർന്ന് ആ പരീക്ഷണത്തിന് വിജയിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ശരീരം വലുതാക്കുന്നതും അതിന് ഇരട്ടി ശക്തിയിൽ അവൾ അതുപോലെ വലുതാവുന്നതും നമ്മൾ കണ്ടു. അതിനുശേഷം ശരീരം ആ ഞൊടിയിടയിൽ ചെറുതാക്കിക്കൊണ്ട് അവളുടെ വായിൽ പ്രവേശിക്കുന്നു. അങ്ങനെ അവളുടെ ആവശ്യം തൻ്റെ ജീവൻ വെടിയാതെ, താൻ വെറും ഒരു ഭക്ഷണമായി മാറാതെ വായിലേക്ക് പ്രവേശിച്ച് ആ ആഗ്രഹം നിറവേറ്റുകയാണ് ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ എന്താണോ സുരസ ആവശ്യപ്പെട്ടത് അത് തൻ്റെ ജീവൻ നഷ്ടപ്പെടുത്താതെ നിറവേറ്റുന്നു. അപ്പോൾ ഇതിലുള്ള തത്വാർത്ഥം എന്താണ്, അല്ലെങ്കിൽ സൂക്ഷ്മമായ വശം എന്താണ്? സുരസ യഥാർത്ഥത്തിൽ ഒരു രാക്ഷസിയല്ല എന്ന് മനസ്സിലാക്കാം നമുക്ക്. ശരിക്കും അതൊരു ദിവ്യ പരീക്ഷണത്തിൻ്റെ കഥാപാത്രമായിട്ടാണ് അവൾ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് സുരസയുടെ വാ തുറക്കുന്നത് യഥാർത്ഥത്തിൽ സൂക്ഷ്മമായ വശം
അതൊരു യോനീദ്വാരമാണ് എന്നുള്ളതാണ്. ആ ഒരു യോനീദ്വാരത്തിലേക്കുള്ള പ്രതീകാത്മകമായ അല്ലെങ്കിൽ പ്രവേശനദ്വാരമായിരിക്കുന്നവൾ, അവളുടെ വെല്ലുവിളി യഥാർത്ഥത്തിൽ തടസ്സമല്ല, മറിച്ച് തുടക്കമാണ്. അവളെ നോക്കിയാൽ നമുക്ക് ദ്വാരപാലികയായിട്ട് കാണാം. കാരണം ലൗകികമായ പരിശ്രമത്തിനും ഈശ്വരീയമായ ദൗത്യത്തിനും ഇടയിലുള്ള പരിമിതമായ ഇടത്തെയാണ് യഥാർത്ഥത്തിൽ, അതായത് ലിമിറ്റഡ് സ്പേസിനെയാണ് അവൾ യഥാർത്ഥത്തിൽ പ്രതിനിധീകരിക്കുന്നത്. വേർഡ്ലി എന്താ പറയുക, പരിശ്രമങ്ങൾക്ക്, എഫേർട്സ്, അതുപോലെ ഈശ്വരീയമായ ദൗത്യങ്ങൾക്കും ഇടയിലുള്ള പരിമിതമായ ഇടം, അതാണ് ഈ പറയുന്ന സുരസ. അവളെ മറികടക്കുന്നത് പരിവർത്തനത്തിൻ്റെ യോനിയിലൂടെ കടന്നു പോകുന്നതിന് തുല്യമാണ്. അതായത് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ഒരു ഗേറ്റ് വേ, ആ ഗേറ്റ് വേയുടെ ഗേറ്റ് കീപ്പറായിട്ടാണ് സുരസയെ അവതരിപ്പിക്കുന്നത്. ഹനുമാനാണ് ആ ട്രാൻസ്ഫോമർ ചെയ്യപ്പെടേണ്ട അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ട കഥാപാത്രം ഹനുമാനാണ്. അപ്പോൾ ആ ഹനുമാൻ്റെ ഗേറ്റ് കീപ്പറാണ്, ആ ഗേറ്റ് പോയിന്റ് എൻട്രിയിലെ ഗേറ്റ് കീപ്പറാണ് സുരസ. അതെന്താണ്? ഉയർന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രാണന്റെ പുനർജന്മം. കാരണം നമ്മൾ ഇപ്പോൾ സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, നമ്മുടെ ബ്രീത്തിങ് പാറ്റേണിനെ യോഗശാസ്ത്രപരമായി ചിന്തിച്ചാൽ നമ്മൾക്കൊരു നാച്ചുറൽ ബ്രീത്തിങ് പാറ്റേൺ ഓരോ മനുഷ്യർക്കും ഉണ്ടാവും. ആ ബ്രീതിങ് പാറ്റേണിൽ നിന്ന് നമ്മൾ ഒരു ഹയർ പർപ്പസിന് വേണ്ടിയിട്ട്, അതായത് നമ്മളിൽ ഊർജ ചൈതന്യ വർധനവിന് വേണ്ടിയിട്ടോ ആരോഗ്യപരമായ ലങ്സിൻ്റെ വികാസത്തിനോ അല്ലെങ്കിൽ ബ്രെയിനിലേക്കുള്ള ഓക്സിജൻ സപ്ലൈ കൂട്ടാനൊക്കെയാണ് നമ്മൾ പ്രാണായാമവും അതുപോലുള്ള ക്രിയായോഗകൾ, ഭസ്ത്രിക പ്രാണായാമം പോലെയുള്ള പ്രാണായാമമൊക്കെ ചെയ്യുന്നത്. വളരെ ശക്തിമത്തായ ഒരുപാട് പ്രാണായാമമുണ്ട്. ഈ പ്രാണായാമം നമ്മൾ ചെയ്യുന്ന സമയത്ത് ആ പ്രാണനെ ഹനുമാനായി ചിന്തിച്ചാൽ അതുവരെ സാധാരണയായി നമ്മുടെ ഉള്ളിൽ നിലനിന്നിരുന്ന സ്വാഭാവികമായ ആ ചംക്രമണ രീതി അല്ലെങ്കിൽ അതിൻ്റെ ഒരു പരിവർത്തനം, ആ ഒരു ശ്വാസോച്ഛ്വാസത്തിൻ്റെ പരിവർത്തനം ഉയർന്ന തലത്തിലേക്ക്, നമ്മുടെ ഇപ്പോൾ ബ്രെയിനിൽ ഓക്സിജൻ അധികം പമ്പ് ചെയ്യപ്പെടുമ്പം ബ്രെയിനിന് ഓക്സിജൻ സഫിഷ്യൻസി ഉണ്ടായാൽ ബ്രെയിൻ കൂടുതൽ ഫോക്കസ്ഡ് ആവുമെന്ന് ആധുനിക ശാസ്ത്രം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉയർന്ന ലക്ഷ്യത്തിലേക്കുള്ള പുനർജന്മം. കാരണം നമുക്കറിയാം, നമ്മുടെ ബ്രെയിനിന് പ്രോപ്പർ ഓക്സിജൻ സപ്ലൈ കുറഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളിൽ നെഗറ്റീവായ ചിന്തകൾ രൂപപ്പെടും എന്നാണ് ശാസ്ത്രത്തിൻ്റെ വശം. അപ്പോൾ അങ്ങനെ ഉയർന്ന ലക്ഷ്യത്തിലേക്ക് തൻ്റെ അസ്തിത്വത്തെ കൂട്ടിക്കൊണ്ടുപോകുന്നതാണ് യഥാർത്ഥത്തിൽ പുനർജന്മം നമ്മൾ പറയുന്നത്. അതാണ് ഒരു വശം, ദ്വാരപാലികയായിട്ട് അവളെ കാണുന്നത്. പിന്നെ സുരസയെ നമ്മൾ കാണുന്നത് അഹങ്കാരത്തിൻ്റെയും തന്ത്രത്തിൻ്റെയും ഒക്കെ ഒരു പരീക്ഷണമാണ്. അതായത് ഹനുമാന്റെ പ്രതികരണം അവളോടുള്ളത് അതെങ്ങനെയാണ്? അവൾ പറയുന്ന ആവശ്യത്തിന് ഹനുമാൻ പ്രതികരിക്കുന്നത് സ്വയം വികസിച്ചിട്ടാണ്, പിന്നീട് ചുരുങ്ങിയിട്ടും. അപ്പോൾ വികാസവും അതിൻ്റെ ചുരുക്കവും അതെന്താണ് യഥാർത്ഥത്തിൽ? മഹത്വത്തിൻ്റെ സൂക്ഷ്മത്തിൻ്റെയും, അതായത് സൂക്ഷ്മതത്വത്തിൻ്റെ യൗകികമായ വൈദഗ്ധ്യത്തെയാണ് യഥാർത്ഥത്തിൽ എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ എന്ന് നമ്മൾ പറയുന്നില്ലേ, അതിനെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. എപ്പോൾ ഉറപ്പിക്കണമെന്നും എപ്പോൾ കീഴടങ്ങണമെന്നും ഒരു സാധകൻ അറിഞ്ഞിരിക്കണം എന്ന് പറയും. എപ്പോഴാണ് തൻ്റെ പ്രജ്ഞ ഉറപ്പിക്കേണ്ട സമയം, എപ്പോഴാണ് താൻ സാധനയിൽ പൂർണ്ണ സമർപ്പിതനായി പോവേണ്ടതെന്നൊക്കെ ഈ പറയുന്ന ടൈമിങ് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ സുരസയെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത് അവളൊരു സ്ത്രൈണതയുടെ, അതായത് ഫെമിനൈൻ ആസ്പെക്റ്റിലെ ദ്വാരപാലികയാണ്. അതായത് ഒരു സംരക്ഷകയാണ്, വാതിൽപ്പടി സംരക്ഷക എന്നൊക്കെ പറയും. ആക്ച്വൽ പറഞ്ഞാൽ ത്രഷോൾഡ് ഗാർഡിയൻ എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അതൊരു സർപ്പമാതാവ് അല്ലെങ്കിൽ നാഗമാതൃത്വം എന്ന നിലയിൽ അവൾ കുണ്ടലിനി ശക്തിയെ ഉൾക്കൊള്ളുന്ന ചൈതന്യമാണ്. അതിൻ്റെ ആ പ്രവേശനദ്വാരം, ആ എനർജി ആസ്പെക്റ്റിൻ്റെ പ്രവേശനദ്വാര പാലിക, ബോധത്തിൻ്റെ ഉയർച്ചയെ സംരക്ഷിക്കുന്നവൾ. ബോധത്തിൻ്റെ ഉയർച്ചയാണ് ദ റൈസ് ഓഫ് സെർപ്പൻ്റ് എനർജി ഇൻ അസ്. അതുകൊണ്ടാണ് അവളുടെ വായ വലുതായി വായ എപ്പോഴും എന്താണ്, ഒരു
സ്പെറിക്കൽ ഷേപ്പാണ്, ഒരു ചക്ര രൂപത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവൾ ചക്രദ്വാരമാണ് യഥാർത്ഥത്തിൽ, ചക്രദ്വാരം ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ദ്വാരപാലികയായിട്ട്. അതുകൊണ്ട് ആ ചക്രത്തിലൂടെ പ്രാണൻ കടന്നു പോകുന്നത്, ഹനുമാൻ കടന്നു പോകുന്നത് ആത്മീയ ഉയർച്ചയുടെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ. കഥ ഇങ്ങനെയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറയുന്ന സൂക്ഷ്മ ശരീരത്തിലെ ചക്രവ്യവസ്ഥയിലെ ചക്രദ്വാരമാണ്. ആ ചക്രദ്വാരത്തിൻ്റെ എൻട്രി പവറാണ് സുരസ. ആ എൻട്രി പവറിലൂടെ പ്രാണൻ കടന്നു പോകുന്നതാണ് യഥാർത്ഥത്തിൽ ഹനുമാൻ സുരസയുടെ വായിലൂടെ കടന്നു പോകുന്നത് എന്നർത്ഥം. ഇവിടെ യോഗശാസ്ത്രപരമായിട്ടാണ് ആ കഥാപാത്രത്തിൻ്റെ കഥാസന്ദർഭം വാൽമീകി വിവരിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ക്രിയായോഗമൊക്കെ ചെയ്യുന്നത്? നമ്മൾ മനസ്സിനെ ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിനെ ബലപ്പെടുത്തി ആത്മാവിൻ്റെ സാക്ഷാത്കാരത്തിലേക്കുള്ള യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആത്മീയ ഉയർച്ചയുടെ പ്രതീകമാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ സുരസയുടെ ആ അർത്ഥം അല്ലെങ്കിൽ ആ വാക്കിൻ്റെ നിഘണ്ടു ശാസ്ത്രപരമായി അല്ലെങ്കിൽ ഭാഷാശാസ്ത്രപരമായി നമ്മൾ നോക്കിയാൽ സു എന്നുള്ളത് നല്ലത്, മനോഹരം, ശുഭം എന്നൊക്കെ അർത്ഥം നമുക്ക് കാണാം. രസ, സുരസ എന്ന് പറഞ്ഞാൽ രസം എന്ന് പറഞ്ഞാൽ എന്താ? സത്ത അല്ലെങ്കിൽ വികാരം എന്നർത്ഥമുള്ള ആ പദമാണ്. അപ്പോൾ നല്ലതായ ശുഭകരമായ രസം അല്ലെങ്കിൽ ശുഭകരമായ സത്ത. നിഘണ്ടുവിൽ ഒന്നുകൂടെ ആഴത്തിൽ നമ്മൾ ചിന്തിച്ചാൽ സുരസ എന്ന് പറഞ്ഞാൽ ദിവ്യമായ സത്ത നിറഞ്ഞവൾ അല്ലെങ്കിൽ സുന്ദരമായ രസമുള്ളവൾ. നാട്യശാസ്ത്രത്തിൽ ഭക്തി പാരമ്പര്യങ്ങളിൽ രസമാണ് യഥാർത്ഥത്തിൽ സൗന്ദര്യാത്മക അല്ലെങ്കിൽ വൈകാരികമായ രസം. ശൃംഗാരം, വീരം, കരുണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സുരസ എന്ന് പറഞ്ഞാൽ ദൈവീകമായ വികാരത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് യഥാർത്ഥത്തിൽ ആര്? ഈശ്വരീയമായ ഇമോഷൻസിൻ്റെ ഒരു മൂർത്തിഭാവമാണ് സുരസ. ആയുർവേദത്തിൽ നോക്കിയാൽ രസം എന്നുള്ളത് ഒരു ധാതുവാണ് അല്ലേ? പോഷകദ്രാവകം. സുരസ പോഷണത്തിൻ്റെ, സർപ്പജ്ഞാനത്തിൻ്റെയും പ്രാഥമിക ഊർജത്തിൻ്റെയും മാതാവായി മാറുന്നതാണ് നമ്മൾക്ക് ആയുർവേദ ആസ്പെക്റ്റിൽ നോക്കിയാൽ കാണാൻ സാധിക്കും. അത് ഒരേ പദം നമ്മൾക്ക് ഇതിഹാസപരമായി ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഇംപ്ലിക്കേഷൻസ് ഡേ ടു ഡേ സയൻസിൽ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ പറയാൻ ശ്രമിക്കുന്നത്. ഇനി നിഗൂഢമായിട്ട് ഈ പദത്തിൻ്റെ അർത്ഥത്തെ നമ്മളൊന്ന് നോക്കിയാൽ എന്താണ്? ദിവ്യമായ രസം എന്ന നിലയിൽ സുരസ സൂചിപ്പിക്കുന്നത് അവൾ അമൃതത്തിൻ്റെ അല്ലെങ്കിൽ അമൃതരസത്തിൻ്റെ വാഹക, അമർത്യതയുടെ അമൃത്, അവളുടെ വായി വിളങ്ങുന്ന ആ ആത്മാവ്, അവളുടെ വായ യഥാർത്ഥത്തിൽ നമ്മളെ സംഹരിക്കുന്ന, ആത്മാവിനെ സംഹരിക്കുന്നത് എന്നുള്ള അർത്ഥത്തിലല്ല, പുനർജന്മത്തിൻ്റെ യോനിയായിട്ടാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അവൾ നാഗവംശവുമായിട്ട് ബന്ധമുള്ളതാണ് സുരസയ്ക്ക്. സർപ്പങ്ങൾ മറഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിൻ്റെയും ഭൂഗർഭ ശക്തിയുടെയും താന്ത്രിക ശക്തിയുടെയും ഒക്കെ പ്രതീകങ്ങളാണ് സർപ്പങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ ഒളിച്ചിരിക്കും അല്ലേ? ഒളിച്ചിരിക്കും. ഇവിടെയും സുരസ രസങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് ചെയ്തത്, സമുദ്രത്തിൽ. ഇനി ഇതിനെ ഒന്ന് നമ്മൾ താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ കഥാസന്ദർഭങ്ങളും അതിൽ സുരസയുടെ പ്രതീകാത്മക എന്തൊക്കെയാണ്? സുരസ പ്രതീകാത്മകമായി എന്തിനെ സൂചിപ്പിക്കുന്നു? അതിന് സൂക്ഷ്മമായ വല്ല സമാന്തര അർത്ഥവും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ സാധിക്കും. അപ്പം സുരസയെ നമ്മൾ താത്വികമായി അവലോകനം ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കി സർപ്പമാതാവായിട്ട് പോലും നമ്മൾ പറഞ്ഞില്ലേ, താന്ത്രിക ശക്തിയുടെ, ജ്ഞാനശക്തിയുടെ, ഭൂഗർഭ ശക്തിയുടെ ഒക്കെ മറഞ്ഞിരിക്കുന്ന ശക്തി എന്ന് പറഞ്ഞ മാതൃത്വം തന്നെ. അപ്പോൾ സർപ്പമാതാവായി അവളെ നമ്മൾ സ്വീകരിക്കുന്ന സമയത്ത് അതിൻ്റെ പ്രതീകാത്മകത നാഗവംശം എന്നുള്ളതാണ്. നാഗവംശം എന്ന് പറഞ്ഞാൽ ദ ബേസ് എനർജി, പ്രാഥമികമായ ഊർജം. അതാരാണ്? വേറെ ആരുമല്ല, കുണ്ടലിനിയാണ്. ഭൂഗർഭമായ ജ്ഞാനമാണ് നമ്മളെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഇനി
അവളുടെ ആ വാതിൽ, കവാടം പോലെയുള്ള വായ എടുത്തു നോക്കിയാൽ അതിലേക്ക് ഹനുമാന്റെ പ്രവേശനവും അതിൽ നിന്ന് ഹനുമാന്റെ എക്സിറ്റും. അത് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ യോനി അല്ലെങ്കിൽ ചക്രകവാടം, അതിലൂടെയുള്ള പുനർജന്മം. യോനിയിലൂടെ അകത്തേക്ക് പോയി പുറത്തേക്ക് വരുന്നത്, അതുപോലെ സൂക്ഷ്മ ശരീരത്തിലെ ചക്രങ്ങളുടെ കവാടം, എൻട്രി പോയിന്റ്, അതിലൂടെയുള്ള പുനർജന്മം. ഇനി അവളെ ദൈവികമായ പരീക്ഷണ അസ്തിത്വമായിട്ട്, കാരണം അവള് ദേവന്മാരുടെ ആജ്ഞ എടുത്തിട്ടാണ് ഹനുമാനെ തടയുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെ ദേവന്മാരുടെ പരീക്ഷണ വ്യക്തിത്വമാണെങ്കിൽ, അതിൻ്റെ പരീക്ഷണം നടത്താനുള്ള വ്യക്തിത്വമായിട്ടാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ പ്രതീകം എന്താണ്? ലങ്കയ്ക്ക് മുമ്പിലുള്ള വെല്ലുവിളി, ലങ്കയിലേക്ക് എത്തുന്നതിന് മുൻപേ ഉള്ള വെല്ലുവിളി. ലങ്കയിലേക്ക് എത്തുന്നതിന് മുൻപുള്ള വെല്ലുവിളിയാണ് യഥാർത്ഥത്തിൽ സുരസ. അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ നിഗൂഢ വശം എന്താണ്? അത് ദീക്ഷ. ലങ്ക എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യമാണ് അല്ലേ? ആ ലക്ഷ്യത്തിന് മുമ്പുള്ള വെല്ലുവിളി, അതാണ് നമ്മളെ ദീക്ഷാ സമ്പ്രദായം. നമ്മളൊരു ലക്ഷ്യത്തിലേക്ക് നടക്കുമ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയോഗത്തിൽ വരുത്തുന്ന ഒരു ക്രിയയാണ് ദീക്ഷ. അവിടെ അഹം തത്വത്തിൻ്റെ അതിരിനെ ഞാൻ മറികടക്കുകയാണ് ചെയ്യുന്നത്. ഇനി സുരസയെ നമ്മൾ ആ നാമത്തിൻ്റെ അർത്ഥം എടുത്ത് നോക്കിയാൽ അവള് ദിവ്യമായ സത്ത ആണെന്ന് മനസ്സിലാവും. രസം, അമൃതം, ശക്തി എന്നിവയുടെയൊക്കെ വാഹക. അത് നമ്മുടെ സൂക്ഷ്മ ശരീരത്തിലും സ്ഥൂല ശരീരത്തിലും ഒക്കെ അതിനെ വഹിക്കുന്നവൾ, വാഹക ശക്തിയുള്ളവൾ സുരസ. ഇനി ഹനുമാന്റെ ആ തന്ത്രത്തെ കുറിച്ചിട്ട് നോക്കിയാൽ, ഹനുമാൻ അവളിൽ നിന്ന് രക്ഷപ്പെടുന്ന ആ ടെക്നിക്ക് എന്താണ് എന്ന് നോക്കിയാൽ തന്നെ വികസനവും സങ്കോചവും, അതായത് സ്ഥൂല സൂക്ഷ്മം എന്നിവയിൽ യോഗ ദർശനത്തിൻ്റെ വൈദഗ്ധ്യം നമുക്ക് കാണാം. സ്ഥൂല ശരീരത്തിൽ അതുപോലെ സൂക്ഷ്മ ശരീരത്തിൽ യോഗ ദർശനത്തിൽ യോഗശാസ്ത്രപരമായ വൈദഗ്ധ്യമാണ് യഥാർത്ഥത്തിൽ ഹനുമാന്റെ ആ വികസനവും സങ്കോചവും കാണിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ സുരസ എന്ന് പറഞ്ഞാൽ നമ്മുടെ പരിധികളുടെ കാവൽക്കാരിയായിട്ട് വേണമെങ്കിൽ പറയാം. ഇപ്പം പ്രധാനപ്പെട്ട ആചാര പരിവർത്തനങ്ങൾക്ക് മുൻപ്, ഉദാഹരണമായാൽ ഇപ്പോൾ പുതിയ സൂര്യഗ്രഹണം അല്ലെങ്കിൽ ചന്ദ്രഗ്രഹണം അല്ലെങ്കിൽ നവദുർഗാ ഘട്ടങ്ങൾ പ്രകൃതിയിലുണ്ടാവും. ഈ സമയത്തൊക്കെ ഈ പ്രതിഭാസങ്ങൾ, ആചാരപരമായ പരിവർത്തനങ്ങൾക്കൊക്കെ ദ്വാരപാലികയായിട്ട് കണക്ക് കൂട്ടുന്ന ആളാണ് യഥാർത്ഥത്തിൽ സുരസ. ഇപ്പം തന്ത്രപരമായ ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് അവൾ. അവളുടെ കഥ വിവേകത്തെ നമ്മളിൽ മനസ്സിലാക്കി തരുന്നതാണ് അവളുടെ കഥ. ക്രൂരമായ ശക്തിയേക്കാൾ സൂക്ഷ്മത തിരഞ്ഞെടുക്കുവാനുള്ള വിവേചനം അവളിലൂടെയാണ് സംഭവിക്കുക. ഇനിയിപ്പോൾ മന്ത്രത്തിൻ്റെ ഉരുവിടൽ നോക്കിയാലും ആഴത്തിലുള്ള ധ്യാനാവസ്ഥകളിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് അവളുടെ സംരക്ഷണാത്മകവും പ്രാരംഭാത്മകവുമായ ഊർജത്തെ ആവാഹിക്കാൻ നമ്മൾ സംസുരസായേ നമ പോലുള്ള ബീജമന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? മന്ത്രപ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ടാണ്. ആഴത്തിലുള്ള ഡീപ്പ് സ്റ്റേജ് ഓഫ് മെഡിറ്റേഷൻ, അതാണ് ആഴത്തിലുള്ള ധ്യാനാവസ്ഥകളിൽ നമ്മൾ പ്രവേശിക്കുന്നതിന് മുമ്പ് അവളുടെ സംരക്ഷണം, ആ പ്രോസസ്സിൽ വി നീഡ് സം പ്രൊട്ടക്ഷൻ. ആ എനർജി ആണ് യഥാർത്ഥത്തിൽ സുരസ. അതുകൊണ്ട് തന്നെ ആ ആവാഹന സമയത്ത് സംസുരസായേ നമ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സുരസയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചന്ദ്രൻ്റെ കലകൾ സംബന്ധിച്ച് അല്ലെങ്കിൽ ചക്രങ്ങളുടെ സംക്രമണങ്ങൾ സംബന്ധിച്ച് ഇവ ഉപയോഗിച്ച് വിന്യസിച്ചിരിക്കുന്ന ഒരു സുരസ എന്ന അസ്തിത്വത്തിൻ്റെ പ്രചോദിതമായ ആചാര ഭൂപടമാണ് നമ്മൾക്ക് മുമ്പിൽ അല്ലെങ്കിൽ നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നത്.
അപ്പോൾ യഥാർത്ഥത്തിൽ പരിവർത്തനാത്മകമായ സാധനയിലേക്ക് നമ്മളെ തന്നെ പരിവർത്തനം ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധന ചെയ്യുന്നത്. ആ സാധനയിലേക്ക് യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ആദി രൂപം വളരെ പാകമായിരിക്കുന്നു എന്നാണ് കണ്ടെത്തൽ. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ സുരസ എന്നുള്ളത് വളരെ 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 പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥാപാത്രമാണ് സുന്ദരകാണ്ഡത്തിൽ എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എങ്ങനെയാണ് ശ്രീ ഹനുമാൻ സമുദ്രലംഘനത്തിനെ തുടർന്ന് ലങ്കയിലേക്ക് എത്തുന്നത്, അതിനു മുൻപ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന, വാൽമീകി രാമായണം പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരുപാട് കഥാപാത്രങ്ങളിൽ ഒന്നാണ് സുരസ. അതിനു മുൻപേ മൈനാകം. അങ്ങനെ ഓരോ ഘട്ടത്തിലും നമ്മൾക്ക് ഇതുപോലെയുള്ള ഒരുപാട് ആളുകളെ, ഒരുപാട് കഥാപാത്രങ്ങളെ വാൽമീകി സൃഷ്ടിക്കുന്നത് കാണാം. അതൊക്കെ കഥയുടെ പുരോഗതിയിൽ ആ ജീവാത്മാവുമായി ബന്ധപ്പെടുന്ന ഡെവലപ്മെൻറ്റ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ചൈതന്യത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ചെയ്യേണ്ട പ്രവൃത്തികളെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ രാമായണത്തിലെ എല്ലാ കഥാപാത്രങ്ങളും നമ്മുടെ മനുഷ്യാത്മാവിൻ്റെ പുരോഗതി, അയനത്തെ ആത്മസാക്ഷാത്കാരമാക്കി മാറ്റുവാൻ വേണ്ടിയുള്ള ആ യാത്രയിലെ ഫെസിലിറ്റേഷൻസ് ആണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന കഥാപാത്രങ്ങളോ അവരുടെ പേരോ ഒക്കെ നമ്മളോട് പറയാൻ ശ്രമിക്കുന്ന സത്യം. അപ്പോൾ ഇത്രയും വിശദമായ അർത്ഥതലങ്ങളുള്ള ശ്രീ വാൽമീകി രാമായണത്തെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബന്ധുമിത്രാദികളായ ആളുകളുണ്ടെങ്കിൽ അവരൊക്കെ ചിലപ്പം എത്രയോ വർഷമായിട്ട് വാൽമീകി രാമായണം അല്ലെങ്കിൽ അധ്യാത്മരാമായണം ഒക്കെ വായിക്കുന്നവരായിരിക്കും, പാരായണം ചെയ്യുന്നവരായിരിക്കും. തെറ്റില്ല, ഈശ്വരിയുടെ അനുഗ്രഹം കൊണ്ടാണ് എല്ലാവർക്കും അത് സാധിക്കുക. ആ സമയത്തും ആ അനുഗ്രഹം അടുത്ത തലമുറയിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നതാണ് ഞാൻ പഠിച്ചതായ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് ചൊല്ലിക്കൊടുത്തുകൊണ്ട്. അപ്പോൾ ആ ചൊല്ലിക്കൊടുക്കണമെങ്കിൽ നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കണം, യഥാർത്ഥത്തിൽ ഇവിടെ ഋഷി പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണ്, സാമാന്യേന ജനം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിരിക്കുമോ ഈ പദം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം, അല്ലെങ്കിൽ അതിന് പഠിച്ച് അത് വേണ്ട ആളുകൾക്ക് എത്തിച്ചു നൽകാൻ സാധിക്കും. പിന്നെ ഈ പറയുന്ന പോലെ തന്നെയാണ്, ഒരു വാക്കുകൾക്ക് നമ്മൾ കാണുന്നതിനേക്കാൾ നിഗൂഢമായ സൂക്ഷ്മമായ അർത്ഥതലം ഒരുപാടുണ്ട്. അതുകൊണ്ടാണ് ദിവ്യരസമായി അവളെ സൂചിപ്പിക്കുന്നത്. അതായത് അമൃതിൻ്റെ വാഹകയാണ് അവൾ. പിന്നെ അവളെ വെച്ചിട്ട് നമ്മൾ താരതമ്യ പഠനം ചെയ്തു നോക്കി. ആസുരീകതയുള്ള ആണെങ്കിൽ പോലും യഥാർത്ഥത്തിൽ വംശപാരമ്പര്യത്തിൽ ആസുരീകത പേറുന്ന ആളല്ല എന്ന് മനസ്സിലായി. ഗുണങ്ങളിൽ ചിലപ്പോൾ പേറുന്നുണ്ടാവാം. അപ്പോൾ ആ സമയത്താണ് നമ്മൾ അവളുടെ പ്രതീകാത്മകത പരിശോധിച്ചത്. അവിടെ നമ്മൾ അവളെ സർപ്പമാതാവായി കണ്ടു. ആ സമയം അവൾ പ്രതീകവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് നാഗവംശത്തെയും അതുപോലെ പ്രാണനാകുന്ന ഹനുമാൻ്റെ തന്നിലേക്കുള്ള പ്രവേശനവും ബഹിർഗമനവും, അതുപോലെ ലങ്ക എന്ന ലക്ഷ്യത്തിന് മുമ്പേ കൈവരിക്കുന്ന വെല്ലുവിളികൾ, പിന്നെ അവൾ യഥാർത്ഥത്തിൽ ഈശ്വരീയമായ സത്തയുടെ കാമ്പാണ്. അവളിൽ വികസനവും അതുപോലെ സങ്കോചവും എളുപ്പമാണ് എന്നുള്ള തത്വങ്ങളൊക്കെ മനസ്സിലാക്കാനാണ്. അപ്പോൾ ഈ എപ്പിസോഡോട് കൂടിയിട്ട് ഇത്രയും കഥാപാത്രങ്ങളുടെ തത്വങ്ങളും നമ്മൾ പറഞ്ഞുകൊണ്ട് പോവുകയാണ് സൈഡ് ബൈ സൈഡ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കണം. പരമാവധി ആളുകൾ ഈ തത്വങ്ങളൊക്കെ അറിയട്ടെ, രാമായണത്തെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. അടുത്ത എപ്പിസോഡിൽ നിങ്ങളെല്ലാവരെയും കാണാമെന്ന പ്രതീക്ഷയോടെ. നന്ദി, നമസ്കാരം.